നമസ്കാരം. കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? എന്നാൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന് അത് സാധിക്കുമെന്ന് ഈ സക്കീർ ഭായ് തെളിയിച്ചിരിക്കുകയാണ്. പ്രിയദർശിനിയിലെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്താണ് പ്രതികരണം? ബസ്സിന് കാശ് കൊടുക്കാനില്ലാത്ത സ്ത്രീകൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നടത്തിയിട്ടുള്ളത്. എത്ര തരം താഴ്ന്ന വിവാദ പരാമർശം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. മൂപ്പരുടെ പ്രതികരണം കേട്ടാൽ നമുക്ക് തോന്നും ഈ സ്ത്രീകളൊക്കെ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് എന്തോ ഔദാര്യമാണെന്ന്. അത് അവരുടെ അവകാശമാണ് മിസ്റ്റർ CP ജോൺ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, സ്ത്രീകളൊക്കെ ഈ ദാരിദ്ര്യം അഭിനയിക്കുകയാണ് എന്ന രീതിയിലൊക്കെയാണ് ഇദ്ദേഹം പ്രതികരിക്കുന്നത്. നോക്കൂ, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണത്തിന്റെ ഒരു പ്രസക്ത ഭാഗം ഞാനൊന്ന് വായിക്കാൻ കേട്ടോ. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: സർക്കാർ സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നുവെന്നും ഫീസ് കൊടുക്കേണ്ടതില്ലാത്ത പ്രൈവറ്റിൽ പോലും കുട്ടികളെ വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നുവെന്നും കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുന്നുവെന്നും സ്വകാര്യ ആശുപത്രിയിൽ നൽകാൻ പണമില്ല, ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും, പ്രിയദർശിനി വന്നപ്പോൾ സ്വകാര്യ ബസ് വിട്ട് പ്രിയദർശിനിയിൽ തിക്കിത്തിരക്കി ആളുകൾ പോകുന്നതിന്റെ കാരണം സ്വകാര്യ ബസ്സിനോടുള്ള വിരോധമോ എന്നോടുള്ള സ്നേഹമോ അല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്റ്റർ മന്ത്രി, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ, ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് UDFന്റെ ഓരോ നേതാക്കളും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഈ നാട്ടിലെ സ്ത്രീകൾ നിങ്ങളോട് പറഞ്ഞോ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ KSRTC ബസ്സിലും സൗജന്യമായിട്ട് യാത്ര അനുവദിക്കണമെന്ന്? പറഞ്ഞോ? ഇല്ല. പിന്നെ ആരാണ് പറഞ്ഞത്? CP ജോൺ അടക്കമുള്ള UDFന്റെ നേതാക്കൾ അല്ലെ? നിങ്ങൾ പ്രകടന പത്രികയിലൂടെയും ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഗ്യാരണ്ടിയിലൂടെയും നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ 100 സീറ്റിനും മുകളിൽ സീറ്റുമായി ഞങ്ങൾ അധികാരത്തിൽ വരും. അങ്ങനെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ KSRTC ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഓരോ വീടുകൾ കയറി എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നോക്കൂ, KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്, നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഉല്ലാസയാത്ര പോകാം, വിനോദയാത്ര പോകാം, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് പോകാം എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്? ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ, ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നും പറഞ്ഞു. ഈ നാട്ടിലെ സ്ത്രീകൾ മുഴുവൻ വിശ്വസിച്ചു. UDF സൗജന്യമായിട്ട് എല്ലാ ബസ്സിലും യാത്ര അനുവദിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പലരും ചിന്തിച്ചു. അങ്ങനെ സ്ത്രീകളൊക്കെ പോയി വോട്ട് ചെയ്തു. അങ്ങനെ 102 സീറ്റുകളോടെ UDF അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഇന്ദിരാ ഗ്യാരണ്ടി മാത്രം നടപ്പിലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല. സ്ത്രീകൾ മുഴുവൻ വഞ്ചിക്കപ്പെട്ടു. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും വഞ്ചിച്ചുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര അനുവദിച്ചില്ല. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ, പ്രതിപക്ഷ ശബ്ദങ്ങൾ ഉയർന്നപ്പോൾ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സിൽ മാത്രം, മറ്റു ബസ്സുകളിലൊന്നും സൗജന്യ യാത്രയില്ല. അതും ആ സമയത്തും ചില കൃത്രിമത്വം കാണിച്ചു. എന്താണ്? പല ഓർഡിനറി ബസ്സുകളും പല രീതിയിൽ തന്നെ ഫാസ്റ്റ് ആക്കി മാറ്റി, സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റിയൊക്കെ പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ കാണിച്ചു. അതൊക്കെ കയ്യോടെ ജനങ്ങൾ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും പല പ്രിയദർശിനി ബസ്സിന്റെയൊക്കെ സ്റ്റിക്കറൊക്കെ വലിച്ചു പറിച്ച് മാറ്റി ഓടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ശേഷം നിരവധി സ്ത്രീകൾ വാഹനത്തിൽ കയറാൻ തുടങ്ങിയപ്പോ പണി പാടിയെന്ന് ഇവർക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ ആ മേഖല തകർന്നു പോകുമെന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന, അതായത് അന്ന് ഭരണപക്ഷത്തിരുന്ന പിണറായി വിജയന്റെ സർക്കാർ പറഞ്ഞിരുന്നു അല്ലേ? അതായത് നഷ്ടത്തിലിരുന്ന ഒരു KSRTC എന്ന് പറയുന്ന വകുപ്പിനെ, ആ മേഖലയെ ലാഭത്തിൽ എത്തിച്ചത് ആരാണ്? LDF ആണ്. എത്ര കഷ്ടപ്പെട്ടാണ് ഗണേഷ് കുമാർ അത് ലാഭത്തിൽ എത്തിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. UDF ഭരിക്കുന്ന സമയത്ത് കട്ടപ്പുറത്തായിരുന്ന KSRTC ലാഭത്തിലായതും KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടി തുടങ്ങിയതും LDF ഭരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് അവർ ആ മേഖലയെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നത്. ഇപ്പൊ ആ മേഖല തകർന്നടിഞ്ഞ് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ ആ ഘട്ടത്തില് നമ്മുടെ CP ജോൺ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുകയാണ്. അതായത് ഇവർ തന്നെ സൗജന്യ യാത്ര അനുവദിക്കാമെന്ന് പറഞ്ഞു, അത് അനുവദിച്ചില്ല. ഓർഡിനറി ബസ്സിൽ മാത്രമായിട്ട് ഒതുക്കി. എന്നിട്ട് ഓർഡിനറി ബസ്സിൽ മാത്രമായി ഒതുക്കിയത് കൊണ്ട് എല്ലാവരും ഓർഡിനറി ബസ് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ തിക്കിത്തിരക്കി അങ്ങനെ യാത്ര നടത്തുകയാണ്. അങ്ങനെ യാത്ര നടത്തുന്നതിനെ എങ്ങനെയാണ് അധിക്ഷേപിക്കുന്നത്? അതായത് കണ്ടില്ലേ, ഇതൊക്കെ ദാരിദ്ര്യം അഭിനയിക്കുന്നതാണെന്ന മട്ടിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുകയാണ്. നാണം തോന്നുന്നില്ലേ മിസ്റ്റർ മന്ത്രി എന്ന് ചോദിച്ചു പോവുകയാണ്. സർക്കാർ ചിലവിൽ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇപ്പൊ ഈ ജീവിതം നയിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സാധാരണക്കാരുടെ ജീവിതം കാണുമ്പോൾ അങ്ങക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ നടത്താൻ തോന്നും.
പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന സമയത്ത് ജനങ്ങളെയൊക്കെ കാണുന്നത് കീടങ്ങളെ പോലെയാണല്ലോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ തിക്കും തിരക്കും ഉണ്ടാകില്ലായിരുന്നല്ലോ. ഇവിടെ KSRTC ബസ്സിലെ ഓർഡിനറി ബസ്സിൽ തിക്കും തിരക്കും മൂലം ആർക്കെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ ഈ സർക്കാരാണ്. അതിന്റെ ഉത്തരവാദി ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. പറഞ്ഞു വെക്കുകയാണ്, അടിവരയിട്ട് പറഞ്ഞു വെക്കുകയാണ്. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഈ പ്രിയദർശിനി ബസ്സുകൾ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. പ്രിയദർശിനി ബസ്സിൽ ഒരുപാട് സ്ത്രീകൾ കയറുന്നുണ്ട്. ആ സ്ത്രീകൾ കയറുന്നതിനെ ഞാൻ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതിൽ സ്ത്രീകൾ കയറരുതെന്ന് പറയുകയോ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി മോശമാണെന്ന് പറയുകയോ ഒന്നും ഞാൻ ചെയ്യില്ല. ഈ ഒരു പദ്ധതി എല്ലാ ബസ്സിലും വേണം, അതായത് സൗജന്യ യാത്ര എല്ലാ ബസ്സിലും കൊടുക്കണം എന്ന ഒരു കമന്റാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്താനുള്ളത്. അപ്പോ ഞാൻ നോക്കുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ബസ്സിൽ തിക്കിത്തിരക്കിയാണ് ഇങ്ങനെ കയറുന്നത്. ചില വളവൊക്കെ എത്തുമ്പോൾ ബസ് മറിയൂന്നുള്ള പേടി പോലും ഉണ്ട്. അപ്പൊ ഇത് ഞാൻ മാത്രം കാണുന്ന കാഴ്ചയല്ല, ഇത് നമ്മുടെ കേരളത്തിൽ എല്ലാവരും കാണുന്ന കാഴ്ചയാണ്. നമ്മുടെ അമ്മ പെങ്ങന്മാരൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സാണ്. അപ്പോ ഈ ബസ്സിൽ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ കയറുമ്പോൾ വലിയൊരു അപകടം, പ്രത്യേകിച്ച് മഴക്കാലമാണ്, ഒരു അപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ അവരങ്ങനെയാണല്ലോ, മിണങ്ങസ്യ എന്ന മോഡിലിരിക്കുകയുള്ളൂ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇത് വലിയ രീതിയിൽ തന്നെ വിജയമാണ് ഈ പദ്ധതി, അല്ലെ? ഓർഡിനറി ബസ്സിൽ ഒരുപാട് ആളുകൾ കയറുന്നുണ്ട്. അപ്പൊ പൊതുവെ എല്ലാ ബസ്സുകളിലേക്ക് അത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്, അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ അറിയാം, ഓർഡിനറി ബസ്സില്ലാത്ത പലയിടങ്ങളുണ്ട്. ആ ഭാഗത്ത് സ്ത്രീകൾക്ക് ഈ സൗജന്യം ലഭിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ അവിടെ സ്വകാര്യ ബസ്സുകൾ ഓടുന്നുണ്ട്. അപ്പൊ ആ സ്വകാര്യ ബസ്സുകളിൽ ഈ പറയുന്നത് പോലെ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇപ്പൊ KSRTCക്ക് പൈസ കൊടുക്കുന്നത് പോലെ അവർക്കും പൈസ കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് എല്ലാ സ്ത്രീകളിലേക്ക് എത്തപ്പെടും. എന്നാൽ ഇത് എല്ലാ സ്ത്രീകളിലേക്ക് ഇപ്പൊ എത്തപ്പെടുന്ന സാഹചര്യമില്ല, എല്ലാവർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം CP ജോൺ എന്ന് പറയുന്ന മന്ത്രി നടത്തിയിട്ടുള്ളത്. ഇതിലൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല. ഇതില് നമ്മൾ കാണേണ്ട ഒന്ന്, ഒരു മന്ത്രി ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ യാത്ര ചെയ്യുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ ഈ സ്ത്രീകൾ ഈ യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ആ ഗുണത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്ന കാര്യം മാത്രം നോക്കിക്കണ്ടാൽ മതി. നോക്കൂ, CP ജോൺ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അതായത് ഇതെല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ ബസ്സുകൾ അനുവദിക്കും. ഓണമൊക്കെ ആണല്ലോ വരുന്നത്, അതുകൊണ്ട് ഇത് ഒരു രണ്ടാം ഘട്ടം എന്ന നിലയിൽ എല്ലാ ബസ്സുകളിലും, അതായത് ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ ഞങ്ങൾ അനുവദിക്കുന്നു എന്നൊരു പ്രഖ്യാപനമല്ല നടത്തേണ്ടത്. എന്നാൽ ഇവിടെ തന്ത്രപരമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഈ സ്ത്രീകൾ ആരും പോയി കയറരുത് എന്നുള്ള തന്ത്രമാണോ എന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ വോട്ട് മേടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സൗജന്യ യാത്ര ആർക്കാണ് അനുവദിക്കേണ്ടിയിരുന്നത്? ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കല്ലേ, കുഞ്ഞു പിള്ളേർക്ക്. നമുക്ക് ആലോചിച്ച് നോക്കൂ, സ്കൂളിൽ പോകുന്ന പിള്ളേര് ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറാൻ വേണ്ടി ചെല്ലുമ്പോൾ ക്യൂ നിൽക്ക് കയറാന്നാണ് പറയുന്നത്. എന്തോ നല്ല മനസ്സുകൊണ്ട് സ്വകാര്യ ബസ് ഉടമകൾ അവരെ കയറ്റുന്നെങ്കിലും ഉണ്ട് കേട്ടോ, പിള്ളേരെ കയറ്റുന്നുണ്ട്. എന്നാൽ പ്രൈവറ്റ് ബസ്സുകളിലോ ഇവർക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? അവർക്ക് മറ്റേ കാർഡൊക്കെ എടുക്കണം, അത് വേറെ കാര്യം. കാർഡൊക്കെ എടുത്താൽ കയറി പോവാ, എല്ലാ ബസ്സിലും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടിരുന്നത്? ഈ നാട്ടിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനമല്ലേ നടത്തേണ്ടിയിരുന്നത്? എന്താണ് നടത്താതിരുന്നത്? ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പോലെ വോട്ടില്ല എന്നുള്ള കാര്യം UDF അറിയാം. അതുകൊണ്ട് അവരൊക്കെ പൈസ കൊടുത്ത് യാത്ര ചെയ്യട്ടെ, നമുക്ക് വോട്ടുള്ള ആളുകളെ മാത്രം സുഖിപ്പിച്ചാൽ മതി. പ്രത്യേകിച്ച് സ്ത്രീകൾ വോട്ടുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അവരെ സുഖിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണെന്ന് കണ്ടപ്പോഴാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത്. ഈ വയോധികരായിട്ടുള്ള എത്ര ആളുകളുണ്ട്? അല്ലെങ്കിൽ ഈ ശരിക്കും പറഞ്ഞ ഈ സൗജന്യം ആവശ്യമായിട്ടുള്ള എന്തോരം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക്, സ്ത്രീകൾക്ക് മാത്രമേ ഇതിന്റെ ഗുണം ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നോക്കൂ, ബാങ്കിൽ ജോലി ചെയ്യുന്ന സാറാമ്മ ചേച്ചിയും അതുപോലെ തന്നെ വലിയ സ്ഥാനത്തിരിക്കുന്ന പല ആളുകളും ഒക്കെ സൗജന്യ യാത്രയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴും ഇത് ആവശ്യം, അതായത് പൈസ കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. എന്താണ്? അവരുടെ ആ ഇടങ്ങളിലൊന്നും ഓർഡിനറി ബസ്സുകളൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ നോക്കിയാണ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇടപെടേണ്ടത്. CP ജോൺ സത്യത്തിൽ മാപ്പ് പറയുകയാണ് വേണ്ടത് കേട്ടോ. സത്യം പറയാം, അതാണ് ചെയ്യേണ്ടത്. നടത്തിയിട്ടുള്ള പ്രതികരണം അത് അമ്പേ പരാജയമാണ്. കിടന്ന് ഉരുണ്ട് വഴുകിക്കൊണ്ടൊന്നും കാര്യമില്ല. എന്തായാലും ആ പ്രതികരണം വളരെ മോശമായി പോയി. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഒരു പ്രതികരണം തന്നെയായി പോയി. ഈ പാലം കടക്കുന്നത് വരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ കൂരായണയാണ് ഇപ്പോൾ CP ജോൺ കാണിച്ചു തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.